ഇത് ആമീൻ്റെ പുതിയൊരു പെൻസിൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ആമി ഇതുകൊണ്ട് ചെറിയൊരു ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ആമി കാണിച്ചു തരും കേട്ടോ. യെസ്, അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എല്ലാ പെൻസിൽ കളേഴ്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെൻസിൽ കളേഴ്സ് വെച്ചാൽ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ്. ഇത് കണ്ടോ ഈ പെൻസിൽ, ഒരു ഡാർക്കർ. ഇത് ഹാർഡ്, മീഡിയം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് ഹാർഡ്, ഇത് മീഡിയം, ഇത് സോഫ്റ്റ്. ഇങ്ങനെയാണ് ഇത്രയും പെൻസിൽ ഷെയ്ഡ്സ് ഉള്ളത്. പിന്നെ ഇവിടേക്ക് വന്നാൽ ഇത് എന്താണെന്നറിയോ, ഇതാണ് നമ്മളെ, ഇതിപ്പം ഇത്രയും ചെറുതാണ് പക്ഷെ അത് അത്രയും ഡാർക്ക് പെൻസിലാണെങ്കിൽ പെൻസിലിൻ്റെ ഷെയ്ഡ് മാറ്റുന്നതാണോ? അല്ല, ഇത് മറ്റേ നമ്മൾ ജസ്റ്റ് ഇതിന് മുകളിലോട്ട് പെൻസിൽ വെച്ച് ചെയ്താൽ നമുക്ക് ഒരു സാധാ പെൻസിൽ പോലെ നീളമുള്ളതായിട്ട് കിട്ടും. അപ്പം എന്ത് ചെയ്യും, നമുക്ക് വരയ്ക്കുമ്പോൾ സാധാ പെൻസിൽ വെച്ച് ലോങ് ആയിട്ടുള്ള പോലെ തോന്നും, പക്ഷെ അത് ചെറുതുമായിരിക്കും. അതാണ്. പിന്നുള്ളത് ഡ്രോയിങ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എനിക്കത് അത്ര മനസ്സിലായില്ല. ഇത് ഒരു ചെറിയ നൈഫാണ്, നമുക്ക് പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പേപ്പർ കട്ട് ചെയ്യാറോ? അതിന്റെ കൂടെ നൈഫും കിട്ടും. നൈഫ് പറയുന്ന ഒരു ചെറിയൊരു ബ്ലേഡ് പോലെ. ഓക്കെ, പിന്നെ ഇതൊരു ഇറേസറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വലുതല്ലേ, ബിഗാണ്. ഇത് കറക്റ്റ് എനിക്കറിയില്ല, ചാർക്കോൾ പോലത്തെ ഒരു മീഡിയം സോഫ്റ്റ്, എന്താണ് കറക്റ്റ് ഹാർഡ്. പക്ഷെ എനിക്ക് ഇത് ചെറുതായിട്ട് അറിയാം, കാരണം അതെന്തൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ അതെന്താണെന്നുള്ള മനസ്സിലാവും. അതിൻ്റെ തന്നെ ബിഗ് സൈസ് ആണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ കുറേ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മറ്റേ ഒരു ക്ലേ ഇറേസറാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഡാർക്ക് പെൻസിലും കൊണ്ട് വരയ്ക്കുന്നത് ജസ്റ്റ് ലൈറ്റ് ആവാൻ വേണ്ടി, വരച്ചതിനെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ. എന്ത് സ്മെല്ലാണ്? ക്ലേൻ്റെ സ്മെല്ലാണോ? ക്ലേ അല്ല, ഒരു കുഞ്ഞ് സ്പ്രേ പോലത്തെ ചെറിയ സ്മെല്ലുണ്ട്. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വരച്ച സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഈ ഒരു പെൻസിൽ സെറ്റ് വെച്ചിട്ട് ആമി വരച്ചിട്ടുള്ളതാട്ടോ. ഇത് ആമി കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു സാധനം കൂടെ ആയിരുന്നു അല്ലേ? പിന്നെ എൻ്റെ പെയിന്റിൽ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഹിമിയാണ്. ഞാൻ വിചാരിക്കുന്നു നമ്മളെ ഈ വെക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്ന്. അതാണ് ആമിൻ്റെ പ്ലാന്. യെസ്. ഇത് ഒരു സ്കെച്ച് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അതിൽ ആമി വരച്ചിട്ടുള്ള ചെറിയ ഇത് വെച്ചിട്ട്, ഈ ഒരു പെൻസിൽസ് ഒക്കെ വെച്ചിട്ട് ആമി വരച്ചിട്ടുള്ള കേട്ടോ. ഇതൊരു കപ്പ് കേക്കാണ്. ഞാൻ ഇതൊരു ഫുഡായിട്ട് ഫോക്കസ് ആവുന്നില്ലടാ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കപ്പ് കേക്കിൻ്റെ ബ്ലൂബെറി ആയിട്ടുള്ളൊരു ചെറിയ ഒരു സംഭവമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ആമീൻ്റെ ആ ഒരു കിട്ടിയ സന്തോഷത്തിൽ അന്ന് തന്നെ വരച്ചാവുന്നുണ്ട് അല്ലേ? ആ ഒരു അന്നാണോ പിറ്റേ ദിവസം വരച്ചാവുന്നുണ്ട്. അപ്പം തന്നെ പോയിട്ട് ഇരുന്ന് വരച്ചതാണ്. പിന്നെ വേറെ ഏതാ? ഒരു ഫോക്സിനെ കൂടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സാം ടൈമാണ്, നമുക്ക് ടൈമില്ല. അപ്പം പക്ഷേ അതിന് മുന്നേ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഇതൊക്കെ ഞാൻ എക്സാമിന് മുന്നേ എപ്പോഴോ വരച്ചു വെച്ചതാണ്. അപ്പോൾ ഇഷ്ടമായത് ഇത് വരച്ചതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പാപ്പും ഇവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ABCD ആണോ വരയ്ക്കുന്നത് പപ്പുച്ച്? അല്ല, പിന്നെ ഇതൊരു ഹൗസ് ആണ്. പിന്നെ വേറെയും ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതാണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത്. ചെറിയൊരു ഇൻകം കംപ്ലീറ്റ് പോലെ നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഷെയ്ഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ഒരു കുഞ്ഞ് ഡ്രോയിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് സ്റ്റെപ്പ് ബൈ ആയിട്ട് മനസ്സിലാവുന്ന വേണ്ട. അപ്പോൾ ആമി ഈ ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ചെയ്യണത്. ഒരു റെഫറൻസ് ആയിട്ട് ഒരു പിക്ചർ ചെറുതായിട്ട് എനിക്ക് ഡോറേൻ്റെ ഒക്കെ ഒരു ഫീൽ വന്നുണ്ട്. ഒരു ഡോറ പോലെ ഉണ്ട്. അല്ലെങ്കിൽ പാപ്പുനെ പോലെയാണോ ഡോറേനെ പോലെയാണോ? ഇത് രണ്ടും എനിക്കറിയില്ല. അപ്പം ആമി വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആമിക്ക് ഇങ്ങനത്തെ പിക്ചേഴ്സ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് കഴിയുമെന്നാണ് ആമി പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അവളുടെ ഈ ഒരു സ്കെച്ച് ബുക്കിൽ ആമി വരയ്ക്കുന്നുണ്ട്.
ആദ്യമായിട്ടാണ് ഞാനൊരു എന്താണ് ഹ്യൂമണിനെ ഈ ബുക്കിൽ വരയ്ക്കുന്നത്. ആ അല്ല നീ വേറെ എന്താ വേറെ അത് കുറെ ഫോക്സും ആനിമലും ഫുഡും പിന്നെ ഒരു സീനറിയും മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ഡോറബുജി അല്ലെങ്കിൽ ഡോറേനെ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് വരച്ചു വന്നപ്പോ. യെസ്, ഇത് ഡോറ തന്നെയാണ്. ഡോറേന്റെ ആണോ? ഡോറാന്ന് എഴുതിയിരിക്കുന്നത്. ആണോ? ഞാൻ വിചാരിച്ചു ഇപ്പൊ ഡോറേനെയാണ് ആമി വരച്ചോണ്ടിരിക്കുന്നത്. ഒരു ലിറ്റിൽ സാഡസ്റ്റ് ഡോറ. കുറച്ച് സാഡ്നെസ് ഒക്കെ ഉള്ള ഡോറേനെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഷെയ്ഡ് ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്യാൻ നീ ഏത് പെൻസിലാണ് യൂസ് ചെയ്തേ? 4B. 4B വെച്ചിട്ടാണ് ആമി ഇപ്പൊ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ജീവൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു നമ്മൾ. ജീവൻ കൊടുക്ക. ജീവൻ കൊടുക്കുക പറഞ്ഞാൽ വരയ്ക്ക. പാപ്പു ഇവിടെ കുറെ കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വീടും മലയും പൂവും കാടും മലകളും ചെടികളൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പം അവള് ചിലപ്പോ വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുണ്ടാവുക. ചിലപ്പം പൂവെന്ന് പറയുമ്പം അല്ല അത് ചിലപ്പോ കാടാണെന്നോ അങ്ങനെ എന്തെങ്കിലും അവള് പറയാ. ആ കണ്ടോ ഇപ്പൊ മങ്കിയാന്നാ പറഞ്ഞേ. അതെ കുട്ടികളെ കടിക്കൂലേ അല്ലേ? നിങ്ങളുടെ എക്സാം എപ്പോഴൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എപ്പോഴാണ് അത് തീരുന്നതും നിങ്ങൾ തുടങ്ങിയെന്നൊക്കെ നിങ്ങൾ പറ, കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഓരോ ദിവസമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പറയാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റൊക്കെ പറഞ്ഞാൽ മതി, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് ക്രാഫ്റ്റ് ഒക്കെ ആമി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇതിപ്പം മാർച്ച് ആയതുകൊണ്ട് തന്നെ എൻ്റെ എക്സാം മാർച്ച് 24-നാണ് കഴിയുന്നത്. ഓരോ സ്കൂളുകൾക്കും ഓരോ ഇതിലായിരിക്കും അല്ലേ? അപ്പോഴത്തേക്കും നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, ഈ വെക്കേഷൻ നമുക്ക് ഇഷ്ടം പോലെ കുറെ ഡിഫറെന്റ് ഐഡിയാസും. പാപ്പു അടുത്ത വർഷം സ്കൂളിൽ പോകും. അതെ, എനിക്ക് ബ്ലൂ ബണ്ണും സോക്സും വാങ്ങിട്ട് പോണം അല്ലേ? സ്കൂളിൽ പോണം. അതാ ഡോറ നമ്മളിങ്ങനെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആമി പെട്ടെന്ന് വരച്ചോണ്ട് ഇതില് എന്താ പറയാ പെർഫെക്റ്റ് ആയോന്ന് ആമിക്ക് അറിയില്ല അല്ലേ ആമി? എനിക്കറിയില്ല. അമ്മി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ സ്പീഡിൽ വരച്ചാണ് അപ്പൊ നന്നായിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് നന്നായിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യൂ അല്ലേ? 10-ൽ എത്ര മാർക്ക് നിങ്ങൾ തരും എനിക്ക്? അതെ, ഞാൻ പറയുന്നത് എനിക്ക് 0. അല്ല അങ്ങനെ ബോറൊന്നും ആയിട്ടില്ല. നീ എന്താ പറയാ സ്പീഡിൽ അല്ലല്ല, നീ സാധാരണ കുറച്ച് ചില സമയത്ത് സമയം എടുക്കുമല്ലോ വരയ്ക്കാൻ. പെട്ടെന്ന് വരച്ചല്ലോ. എനിക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇഷ്ടമായതുകൊണ്ട് ഈ ഇങ്ങനത്തെ പിക്ചേഴ്സ് അവൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടം സീനറി ഐറ്റംസ് ആണ്. അബ്ബക്കും ഉമ്മക്കും ഇഷ്ടമുള്ളതാണ് ഇത്. ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ പിക്ചർ, പക്ഷെ അവൾക്ക് ഇഷ്ടം സീനറി ഒക്കെയാണ്. ഇതിന്റെ യൂസ് എന്താ? ഇത് നീ നേരത്തെ പറഞ്ഞില്ല. ഷെയ്ഡിങ്. ഇത് ഷെയ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന. ഇതെന്താ പെൻസിൽ തന്നെയാണോ? അല്ല, ഇതൊരു പോലത്തെ ഒരു ഷെയ്ഡിങ്ങിന്റെ സാധനം. ഇത് എന്താണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടായതാ. അങ്ങനെ ആയതാണ്. അല്ലാതെ ഇങ്ങനെ ഉണ്ടാവും. അല്ലാതെ ഈ എൻ്റെ അങ്ങനെ ഉണ്ടാവും. ഒരു വൈറ്റ് അങ്ങനെ ഉണ്ടാവും. നീ ഷെയ്ഡ് ചെയ്തോണ്ട് ഇങ്ങനെ ആയതാണ്. ആ ഒരു വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? യെസ്. പിന്നെ ഈ പെൻസിൽ അല്ലെങ്കിൽ ഈ ഒരു പെൻസിൽ സെറ്റും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനത് കരയുന്ന കുട്ടീനെ പോലെയൊക്കെ അല്ലേ പാപ്പു? അല്ല, കരിയല്ല, മുഖത്താവും. കരിന്നാണ് ആൾ ഉദ്ദേശിച്ചത്. നമ്മൾ നീ കണ്ണൊക്കെ ഷെയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? യെസ്, നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്താൽ ഭയങ്കര കംപ്ലീറ്റ് വരയ്ക്കുന്ന ട്യൂട്ടോറിയൽ ആയിട്ടല്ല അല്ലേ മമ്മി? ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ഇല്ല, ഈ ഒരു പെൻസിൽ സെറ്റ് വെച്ചിട്ട് എങ്ങനെയാ ജസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം കാണിക്കാണ്. യെസ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തന്നു.
അങ്ങനെ നമ്മൾ ഡോറക്കുട്ടീനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. കുറച്ച് ഒക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും, കാരണം ഞാൻ ഇന്ന് ഭയങ്കര പെട്ടെന്നായിട്ടാണ് വരച്ചേക്കുന്നത് കേട്ടോ. അതെ, പക്ഷെ ഭംഗിയുണ്ടടാ, രസമായിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ ഇഷ്ടമുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളിതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് അപ്പൊ എക്സാം ആ സമയത്ത് ഉണ്ടാവില്ല. അമ്മയ്ക്ക് കുറച്ച് തിരക്ക്, അമ്മയല്ല എല്ലാവരും തിരക്കായിരിക്കും കേട്ടോ. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെ നോമ്പൊക്കെ ആയതുകൊണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയ നല്ല വീഡിയോസ്, വരയ്ക്കുന്നതും ക്രാഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും, ക്രോഷേ അതൊക്കെ ആയിട്ട് ആമി വരും. പിന്നെ പൈപ്പ് ക്ലീനേഴ്സ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ്, അതൊക്കെ നമുക്ക് ചെയ്യണം, അതിൻ്റെ ബൊക്കെയൊക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.